ഹായ് ഫ്രണ്ട്സ്, ഈ മോഡൽ ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യാം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കയ്യിൽ കുറേ ചുരിദാർ സെറ്റ് കിട്ടാറുണ്ട്. പക്ഷേ എല്ലാം ഞാൻ ഒരുപോലെയല്ല കട്ട് ചെയ്യുന്നത്. അപ്പം ചുരിദാർ സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് ആ സെറ്റിലുള്ള ചുരിദാറിൻ്റെ നെക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ പ്രിൻറ്റിൽ സ്ലീവ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ചിലത് ലെങ്ത്ത് കൂടുതലുണ്ടാവും, ചിലത് ലെങ്ത്ത് കുറവുണ്ടാവും. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം അങ്ങനെ ചുരിദാർ സെറ്റ് സ്റ്റിച്ച് ചെയ്യും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടുന്ന കുറച്ച് ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ലൈനിങ് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ചെറിയ ചെറിയ സ്റ്റോൺ ഉണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇവിടെ ഗോൾഡൻ കളറ് ത്രെഡ് കൊണ്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഈ പ്രിൻ്റ് മാത്രമേ ഉള്ളൂ, സ്റ്റോണും ഇല്ല. ഞാനിതിൻ്റെ പകുതി കട്ട് ചെയ്യുകയാണ്. ഇത് കറക്റ്റ് പകുതിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല നീളമുള്ള ആള ചുരിദാറാണ്. എനിക്ക് 53.5 ഇഞ്ച് ലെങ്ത്ത് വേണം. ഇത് 53.5 ഇഞ്ച് ലെങ്ത്ത് ഇല്ല. ഇതിൻ്റെ ലെങ്ത്ത് 48 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 53 ഇഞ്ച് ലെങ്ത്ത് ആക്കണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിനുള്ള ഭാഗം ഇതാണ്. ഇതാ ബാക്ക് പീസിൽ നിന്നും സ്ലീവിനുള്ള ഭാഗം അളവ് ചുരിദാർ. അപ്പം ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കുള്ള പീസ് എവിടുന്നാണ് കിട്ടുകയെന്ന് നോക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. അപ്പം ഈ ഭാഗത്തു നിന്നും 17 ഇഞ്ചിന് നമുക്കിവിടെ തയ്യൽ തുമ്പിനുള്ള സ്ഥലമുണ്ട്. ഇനി 17 ഇഞ്ചും ഒരു അര ഇഞ്ചും തയ്യൽ തുമ്പിനും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഈ ഭാഗത്തു നിന്നും നമുക്ക് എടുക്കുകയാണെങ്കിലും കുറച്ച് തുണി ഇവിടെ ബാക്കി വരും. ഈ ഒരു തുണി വെച്ചാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടാൻ പോകുന്നത്. ഞാൻ ലൈനിങ്ങും മെയിൻ പീസും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യില്ല. കാരണം എത്രത്തോളം തുണിയാണ് ഇവിടുന്ന് ഇവിടേക്ക് നമുക്ക് കിട്ടുകയെന്ന് സ്ലീവ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ ബാക്ക് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇത് അളവ് ചുരിദാറാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് തന്നെ മതി നമുക്ക് സ്ലീവ്. മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇത് പകുതിയൊന്നും മടക്കിയിട്ടില്ല, ഒരു കാൽഭാഗം പോലെ ഇങ്ങനെ വെച്ചതാണ്. ഇതിൻ്റെ മുകളിലേക്ക് അളവ് ചുരിദാറിൻ്റെ സ്ലീവും വെച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പിനിവിടെ പീസുണ്ട്. ഒരു 1.5 ഇഞ്ചോളം വിട്ടിട്ട് നമുക്കിത് ചെയ്യാം.
അര ഇഞ്ച് തയ്യൽ തുമ്പിന് വിട്ടിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. സ്ലീവിന് ലൈനിങ് വേണ്ട. ഈ തുണി എങ്ങനെയാണോ വെച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഇതെടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇങ്ങനെ. ഇതാ ഈ കുറച്ച് ഭാഗമുള്ളതും ഈ കുറച്ച് ഭാഗമുള്ളതും ഒരേ സൈഡിലായിരിക്കണം. ഇനി ഈ രണ്ട് ഭാഗത്തേക്കും നമുക്ക് പീസ് ജോയിൻ ചെയ്യണം. ഇതാ ഇവിടെ അര ഇഞ്ച് അധികം വേണം കേട്ടോ, എന്നാലേ ഇത് ജോയിൻ ചെയ്യാനുള്ളതല്ലേ. ഞാൻ കുറച്ചധികം വരയ്ക്കുന്നുണ്ട്, എങ്കിലേ നമുക്ക് ക്ലോത്ത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് പീസ് വേണം. ഈ ഭാഗത്തേക്കുള്ളതും ഞാൻ കട്ട് ചെയ്യാണ്. നമുക്ക് സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 5 ഇഞ്ചെങ്കിലും ഈ മുകൾ ഭാഗത്തേക്ക് നമുക്ക് നീളം കൂട്ടാൻ വേണ്ടിയിട്ട്, ചുരിദാറിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചെങ്കിലും മുകൾ ഭാഗത്തേക്ക് വേണം. രണ്ട് സൈഡിലും, ബാക്കിലും ഫ്രണ്ടിലും വേണം. 53.5 ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇതിനുള്ള ക്ലോത്ത് നമുക്ക് ഇതാ ഈ ഞാൻ സ്ലീവിനൊക്കെ കട്ട് ചെയ്ത് ബാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം കട്ട് ചെയ്തപ്പോൾ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നു. ഇത്ര മതി നമുക്ക്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ചോളം ലെങ്ത്ത് കൂട്ടിയാൽ മതി. ഇതുപോലെ തന്നെ മറ്റേ ഭാഗത്തും, ബാക്കിലും മുന്നിലും വേണ്ട നമുക്ക് കഷ്ണം. ഇതെല്ലാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിന് ജോയിൻ്റ് കൊടുത്ത് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്.
അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗവും, ഈ രണ്ട് ഫ്രണ്ട് ഭാഗമാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ ജോയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബാക്കിൽ ഈ ഭാഗത്താണ് ജോയിൻ്റ് വന്നിട്ടുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക് ഭാഗമായിരിക്കണം ജോയിൻ്റ് വരേണ്ടത്. അതുപോലെ ലൈനിങ്ങും മെയിൻ പീസും കറക്റ്റാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഇവിടെയാണ് ഞാൻ ജോയിൻ്റ് കൊടുത്തത്. അതുപോലെ ഇതിലും ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 53.5 ഇഞ്ച് എനിക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ഈ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, പിന്നെ ഒരു വീഡിയോയിൽ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.